ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് പുട്ടും തൃശ്ശൂർക്കാരുടെ സ്വന്തം കൊള്ളീസ്റ്റുമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പൊ അതിന് വേണ്ടിയിട്ട് കപ്പ വേവിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പൊ നമുക്ക് കപ്പ ഒന്ന് ഊറ്റി കളയണം, തിളപ്പിച്ച് ഊറ്റി കളയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചരുവത്തിലേക്ക് കപ്പ ഇട്ട് കൊടുത്തു. അത് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴേ നമ്മളത് ഊറ്റി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ കുക്കറിലാണ് ഇന്ന് സ്റ്റൂ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കപ്പ വേവിക്കുമ്പോഴേ നമ്മളിങ്ങനെ തിളപ്പിച്ച് ഊറ്റി കളയണമെന്നാണ് പറയാ. അതിലൊരു വിഷാംശമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കളയണം എന്ന് പറയും. അപ്പൊ അത് കളയാതെ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴേ ഒരു സമാധാനം ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനൊരു 5-6 സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് മുളക് പൊടി ഒന്നും ചേർക്കണില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയുടെ ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുക്കണം. ഒരു 3-4 വിസിൽ വന്നോട്ടെ കേട്ടോ. കാരണം കപ്പ നന്നായിട്ട് വേവണതാണോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. ഇതെന്തായാലും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ 5-6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വാങ്ങി വെച്ചതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തു. വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നപ്പോഴേ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. ഒരു 3-4 ഉണക്കമുളക് കട്ട് ചെയ്തിട്ടു. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടു. ഒരു 2-3 സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരുപാട് ഇങ്ങനെ ബ്രൗൺ ഷെയ്ഡ് ഒന്നും ആവണ്ട, പക്ഷെ സോഫ്റ്റ് ആയിട്ട് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അപ്പൊ ഈ ഒരു കൊള്ളീസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പുട്ടിന്റെ കൂടെയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. പിന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പൊ ഇതൊന്ന് കളറൊക്കെ ചേഞ്ച് ആയി വന്നപ്പോഴേ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത മണം വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നന്നായിട്ട് കുറച്ചധികം തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പച്ച ടേസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ കപ്പയൊക്കെ ഉണ്ടല്ലോ കുറച്ച് നേരം ഇരുന്ന് വന്നാൽ നന്നായിട്ടൊന്ന് കുറുകി വരുമല്ലോ. അപ്പൊ അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കുറുകി വരുമ്പോൾ ഒരു സ്വാദ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പൊ ഇവിടെ സോമചേട്ടൻ ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-25 പുട്ട് വേണമായിരുന്നു. എല്ലാം ഉണ്ടാക്കി ഇതാ നല്ല അടുക്കി ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന് ഇത്തിരി ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയപ്പോ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളുടെ കൊള്ളീസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കാം. അപ്പൊ തേങ്ങാപ്പാലൊക്കെ ചേർത്താൽ കുറച്ചും കൂടിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഞാനിപ്പോ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. നമ്മൾ നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ഫ്രഷ് കറിവേപ്പില കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊള്ളീസ്റ്റു. ഇത് നന്നായിട്ട് ചൂടൊക്കെ ആറി വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലാവും, സെറ്റ് ആയിട്ട് വരും കേട്ടോ. നല്ല അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ ഇഷ്ടമായാലേ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ.